Hi children. So we are going to start a new chapter here, the third chapter, atoms and molecules. Okay. In this chapter, we are going to discuss more about atoms and some laws of combinations, then molecules, all these things. And here we are going to discuss the first topic here is law of chemical combination. That is, at the end of the 18th century, scientists recognized the difference between elements and molecules. Elements and molecules തമ്മിലുള്ള difference സയന്റിസ്റ്റുകൾക്ക് മനസ്സിലായി തുടങ്ങി at the end of the 18th century. And at that time, they have thought more about that and they thought why they are forming compounds. എന്തുകൊണ്ടാണ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്, അതിന് പിന്നിൽ എന്തെങ്കിലും ലോസ് ഉണ്ടോ, അങ്ങനെയൊക്കെ അവർ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു എൻഡിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് ലോസ് ആണ്. ആ രണ്ട് ലോയെ അക്കോർഡ് ചെയ്തിട്ട് അതിനെ സംബന്ധിച്ചിട്ടാണ് നമ്മുടെ ഈ കെമിക്കൽ കോമ്പിനേഷൻസ് വരുന്നത്. കെമിക്കൽ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത് അല്ലേ. കെമിക്കൽസ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അതിന് പുറകിൽ രണ്ട് ലോസ് ഉണ്ടെന്ന് ലാവോസിയറും ജോസഫ് എൽ പ്രോസ്റ്റ് എന്ന് പറഞ്ഞ രണ്ട് സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചു. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതിന് മുമ്പ് ഞാനിവിടെ ഒരു എക്സ്പെരിമെന്റ് വരാം. നിങ്ങൾ ടെക്സ്റ്റിൽ നമുക്ക് പറഞ്ഞ ഒരു എക്സ്പെരിമെന്റ് ആണ്. അതായത് ഞാനിവിടെ ഒരു കോപ്പർ സൾഫേറ്റും അതേപോലെ തന്നെ സോഡിയം കാർബണേറ്റും എടുക്കുകയാണ്. കോപ്പർ സൾഫേറ്റും സോഡിയം കാർബണേറ്റും ഈ രണ്ടിൻ്റെയും 5% സൊല്യൂഷൻ ഉണ്ടാക്കി. അതായത് കോപ്പർ സൾഫേറ്റ് 5% സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 5% കോപ്പർ സൾഫേറ്റും ബാക്കി വാട്ടറും ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സൊല്യൂഷൻ. അതേപോലെ തന്നെ സോഡിയം കാർബണേറ്റിൻ്റെ ഒരു 5% സൊല്യൂഷൻ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു സൊല്യൂഷൻ ഞാൻ ഈ കോണിക്കൽ ഫ്ലാസ്കിൻ്റെ ഉള്ളിലെടുത്തു. മറ്റൊരു സൊല്യൂഷൻ, ഇതൊരു ഇഗ്നീഷൻ ട്യൂബാണ്. ഇഗ്നീഷൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ ചെറിയ ട്യൂബാണ്. നമ്മളത് ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിനകത്ത് കെമിക്കൽസ് ഇട്ടിട്ട് നമ്മളതിനെ കത്തിക്കും, ബേൺ ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇഗ്നീഷൻ ട്യൂബ്. ഒരു ഇഗ്നീഷൻ ട്യൂബ് എടുത്തിട്ട് അതിനകത്ത് ഞാൻ എന്ത് ചെയ്തു, ഇതിന് പുറത്ത് ഞാൻ എന്ത് ചെയ്തു, കോപ്പർ സൾഫേറ്റും കൊടുത്തു, അകത്ത് സോഡിയം കാർബണേറ്റ്, ഇഗ്നീഷൻ ട്യൂബിനകത്ത് സോഡിയം കാർബണേറ്റും എടുത്തു. എന്നിട്ട് ഈ ഇഗ്നീഷൻ ട്യൂബ് ഇതുമായിട്ട് തൊടാത്ത രീതിയിൽ ഒരു നൂല് കൊണ്ട് ഇഗ്നീഷൻ ട്യൂബിനെ കെട്ടി ഈ കോർക്കുമായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. കോർക്ക് എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നൂല് താഴത്തേക്ക് വീഴായിരിക്കാനാണ്. അപ്പം കോർക്ക് വെച്ച് അടച്ചു വെച്ചേക്കുക ഒരു നൂല് വെച്ചിട്ട്. ഇതാണ് ആ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം ഇതിനകത്തുള്ള ആൾക്കാർ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, റിയാക്ട് ചെയ്യുന്നില്ല അല്ലെ. റിയാക്ട് ചെയ്യാൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല. കാരണം ഈ സൊല്യൂഷനും തമ്മിൽ മിക്സ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, സമ്മതിച്ചിട്ടില്ല. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഇത് മൊത്തത്തോടെ എടുത്ത് ഇതിന്റെ വെയിറ്റ് ഒന്ന് നോക്കുകയാണ്. സപ്പോസ് എനിക്കൊരു 50 ഗ്രാം എന്ന് കിട്ടിയെന്ന് നോക്കുക, അല്ലെങ്കിൽ ഒരു 250 ഗ്രാം എന്ന് കിട്ടിയെന്ന് വിചാരിക്കും. എനിക്കൊരു 250 ഗ്രാം എന്ന് കിട്ടി ഇതിന്റെ വെയിറ്റ് എടുത്തപ്പോൾ. അത് കഴിഞ്ഞ് ഞാൻ ഈ കോൺട്രി ഫാസ്റ്റിനൊന്ന് സ്വേൾ ചെയ്യാണ്, എന്നിട്ട് കുലുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ള സൊല്യൂഷൻ എന്ത് ചെയ്യും, താഴേക്ക് വീഴും അല്ലേ. അതായത് ഇതും തമ്മിൽ എന്താവും, മിക്സ് ആവും. അതായത് നമ്മുടെ കോപ്പർ സൾഫേറ്റും സോഡിയം കാർബണേറ്റും തമ്മിൽ എന്ത് ചെയ്തു, റിയാക്ട് ചെയ്തു. കോമ്പിനേഷൻ അവിടെ നടന്നു, കമ്പൈൻ ചെയ്തു അല്ലെ. കമ്പൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം പല പ്രോഡക്ട്സും നമുക്ക് കിട്ടും. ഞാൻ എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തതിന് ശേഷം ഇതിനെ പിന്നെയും എടുത്ത് ഞാൻ എന്ത് ചെയ്യാണ്, വെയിറ്റ് നോക്കുമ്പോൾ ഐ ആം ഗെറ്റിംഗ് എഗൈൻ 250 ഗ്രാം. എനിക്ക് പിന്നെയും 250 ഗ്രാം തന്നെ കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അതായത് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ 1 ഗ്രാം പോലും കൂടുതൽ നമുക്ക് വന്നില്ല റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ, 1 ഗ്രാം പോലും കുറവും വന്നില്ല. അതായത് ഇവിടെ ഉണ്ടായിരുന്ന മാസ് അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. മാസ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്ന മാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതലാക്കാനോ കുറയ്ക്കാനോ സാധിക്കില്ല. ബിഫോർ റിയാക്ഷൻ എന്തുമാത്രം ഉണ്ടായിരുന്നോ അത്രയും തന്നെ ആഫ്റ്റർ റിയാക്ഷൻ ഉണ്ടാവും. ഞാൻ വേറൊരു എക്സാമ്പിൾ ഒന്ന് കാണിക്കാം. സപ്പോസ് ഇപ്പം ഞാനൊരു എയും ബി എന്ന് പറഞ്ഞ 2 മെറ്റീരിയൽസ് തമ്മിൽ റിയാക്ട് ചെയ്യിക്കുകയാണ്, 2 എലമെന്റ്സ് തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ 2 പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഇതിന്റെ രണ്ടിന്റെയും കൂടെ വെയിറ്റ് എടുത്തപ്പോൾ എനിക്കൊരു 50 ഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ, സോ ബിഫോർ റിയാക്ഷൻ നമുക്ക് എന്തുമാത്രം മാസ് ഉണ്ടായിരുന്നോ അത്രയും തന്നെ നമുക്ക് എന്ത് കിട്ടും, ആഫ്റ്റർ റിയാക്ഷനും കിട്ടും. ഇതാണ് കെമിക്കൽ കോമ്പിനേഷന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. കെമിക്കൽസ് കമ്പൈൻ ചെയ്യുന്നതിന്റെ 2 ലോസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്,
അതെന്താണ്? മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ മാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. അതായത് ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 49 വരില്ല, കുറവ് വരില്ല. അതേപോലെ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 51 വരില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് ടുഗെദർ നമ്മൾ പ്രോഡക്റ്റ് എടുത്തു കഴിയുമ്പോൾ എന്ത് തന്നെ കിട്ടും? നമുക്ക് എന്തുമാത്രം റിയാക്ടൻസ് ഉണ്ടായിരുന്നോ അത്രയും തന്നെ നമുക്ക് കിട്ടും. Is that clear? Okay. അപ്പോൾ അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. Okay. So we have the next law here is the second law of conservation, law of chemical combination is law of constant proportion. It is also called a law of definite proportion. Law of constant proportion or law of definite proportion. Okay. So here the Lavoisier and his scientists, what they do is they have found that if we are taking 9 gram of water, we are getting 8 gram of oxygen and 1 gram of hydrogen. Okay. And what they do is they took another sample of water. Then also they are getting 8 gram of oxygen and 1 gram of hydrogen from 9 gram of water. Then they took from other source. വേറെ പല സോഴ്സുകളിൽ നിന്നുള്ള വെള്ളം അവർ കളക്ട് ചെയ്തു. പല സോഴ്സിൽ നിന്ന്, അല്ലെ? അങ്ങനെ പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്തു, പല സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്തു. എപ്പോഴും 9 gram of water, from 9 gram of water we are getting 8 gram of oxygen and 1 gram of hydrogen. That means they are combined in the ratio of 1:8. The water molecule is combined in the ratio of 1:8. Then they took another example, ammonia, NH3, right? What happened here? Here also 14 gram of nitrogen and 3 gram of hydrogen they are getting. They are getting 14 gram of hydrogen and 3 gram of hydrogen from that. Then they took another sample of ammonia. Then also they are getting the same. And always from ammonia they are getting 14 gram of nitrogen and 3 gram of hydrogen. From that, what they have understood is all the chemical combinations have a definite proportion. That is, if we are comparing hydrogen and water, we are getting water, right? Hydrogen and oxygen, we will get water. At that time, what will happen? The 2 molecules of hydrogen and 1 molecule of oxygen is combining together. So what they have found is, for each chemical combination, they have a definite proportion. For ammonia, we have to combine 1 nitrogen and 3 hydrogen. Correct. It is always, wherever we are getting ammonia, they are following the same chemical combination. Sometimes NH2, sometimes NH4, sometimes NH3. No, it's always NH3. Ammonia is always NH3 and it is getting from the 14 gram of nitrogen and 3 gram of hydrogen. So they found that we have a definite proportion for chemical combination. കോമ്പിനേഷൻ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചു. പക്ഷേ ഇവർക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നു, സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പോഴാണ് ഡാൽട്ടന്റെ ആറ്റം തിയറി വരുന്നത്. അതിനകത്ത് ഡിവിസിബിലിറ്റി ഓഫ് ആറ്റത്തിനെ കുറിച്ചൊക്കെ ഡാൽട്ടൻ പറയുന്നുണ്ട്. ഡിവിസിബിലിറ്റി എങ്ങനെയാണ്, ആറ്റത്തിന് എങ്ങനെയാണ് ഡിവിസിബിൾ ആകുന്നത്, ആറ്റം കോമ്പിനേഷൻസ് എങ്ങനെയാണ്, ആറ്റംസ് എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡാൽട്ടന്റെ അറ്റോമിക് തിയറി വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ അക്കോർഡിംഗ് ടു ഡാൽട്ടൻസ് അറ്റോമിക് തിയറി, ഓൾ മാറ്റർ വെദർ ആൻ എലമെന്റ് ഒരു കോമ്പൗണ്ട്, എല്ലാ മാറ്ററും, നമ്മൾ മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, എല്ലാ മാറ്റർ അത് എലമെന്റ് ആയിക്കോട്ടെ, കോമ്പൗണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതെന്തായിക്കോട്ടെ ഒരു മിക്സ്ചർ ആയിക്കോട്ടെ, കമ്പോസ്ഡ് ഓഫ് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. എല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്? ആറ്റംസിനെ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അത് എലമെന്റ് ആണെങ്കിലും മോളിക്യൂൾ ആണെങ്കിലും കോമ്പൗണ്ട് ആണെങ്കിലും ആറ്റംസ് ആണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ആറ്റമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് വെരി ടൈനി പാർട്ടിക്കിൾ കോൾഡ് ആറ്റം. വി നോ ദാറ്റ്, അല്ലെ? നമുക്ക് ഓൾറെഡി ഇത് അറിയാം. നമ്മൾ ആറ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നുള്ളെങ്കിൽ പോലും നമുക്കറിയാം എല്ലാ മാറ്ററിന്റെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ആറ്റമാണ്. ദെൻ ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ. ആറ്റത്തിനെ നമുക്ക് ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ? ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ വിച്ച് കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. അതായത് ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് carbon plus oxygen giving
carbon dioxide. In this reaction, we can't destroy this carbon. ഈ കാർബൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് എഴുതാൻ പറ്റില്ല. ഈ കാർബൺ നമുക്ക് അങ്ങനെ ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. We will get that product. പ്രോഡക്റ്റിൽ അത് കാണും. അതുപോലെ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിനെ എന്ത് എഴുതാൻ പറ്റത്തില്ല, വേറൊരു പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ കാർബൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിനകത്ത് അപ്പൊ അതിനകത്ത് വരണമെന്നില്ല, അതിന് സബ് പ്രോഡക്റ്റ് ആയിട്ട് വന്നാലും മതി. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമുക്ക് ഒരു ആറ്റത്തിനെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. അതിനകത്ത് എന്തൊക്കെയാണോ റിയാക്ടൻസ്, ആ റിയാക്ടൻസ് തന്നെയായിരിക്കും പ്രോഡക്റ്റിൽ വരിക, പക്ഷെ അതിന്റെ കോമ്പിനേഷൻ ചിലപ്പോൾ മാറും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ദെൻ atoms of a given element are identical in mass and chemical properties. അതായത് ഒരു ആറ്റത്തിന്റെ എന്താണ്, ഒരു എലമെന്റിന്റെ ആറ്റം എന്ന് പറയുന്നത് എപ്പോഴും ഒരേപോലെ ആയിരിക്കും. അതായത് ഓക്സിജൻ ആറ്റം എപ്പോഴും എന്താണ്, അതിന്റെ പ്രോപ്പർട്ടി ഒന്നാണ്, എപ്പോഴും ഒരുപോലെയാണ് ഓക്സിജൻ ആറ്റം. അതായത് ഇവിടുത്തെ ഓക്സിജൻ ആറ്റം വേറെ, അപ്പുറത്തെ ഓക്സിജൻ ആറ്റം വേറെ, അങ്ങനെയല്ല. ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരുപോലെയാണ്. Then atoms of different elements have different masses and chemical properties. പല എലമെന്റ്സിന് പല കെമിക്കൽ പ്രോപ്പർട്ടി, പല സ്വഭാവമാണ്. ഓക്സിജന്റെ സ്വഭാവം അല്ല ഹൈഡ്രജന്റെ സ്വഭാവം അല്ല മെറ്റൽ, ഏതെങ്കിലും ഒരു മെറ്റൽ ആയിട്ടുള്ള സിങ്ക്, കാർബൺ, ഇതിന് എന്താണ് വേറെ വേറെ സ്വഭാവങ്ങളാണ്. അതായത് ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും. അതേപോലെ atoms combine in the ratio of small whole numbers to form compounds. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ചെറിയ ഹോൾ നമ്പർ ആയിട്ടുള്ള റേഷ്യോ ഫോം ചെയ്തുകൊണ്ടാണ് കെമിക്കൽസ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. എലമെന്റ്സ് ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും 1:8 എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പർ റേഷ്യോയിൽ കമ്പൈൻ ചെയ്താണ് വാട്ടർ ആകുന്നത്. NH3 ഉണ്ടാകുന്നത് എങ്ങനെയാണ്, 14:3 എന്ന് പറയുന്ന ഒരു പ്രൊപ്പോർഷൻ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ചെറിയ ചെറിയ പ്രൊപ്പോർഷൻസ് ഫോളോ ചെയ്തുകൊണ്ടാണ് കെമിക്കൽസ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. റിലേറ്റീവ് നമ്പർ ആൻഡ് കൈൻഡ്സ് ഓഫ് ആറ്റംസ് ആർ കോൺസ്റ്റന്റ് ഗിവൻ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിലുള്ള ആറ്റത്തിന്റെ എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. അതായത് H2O എന്ന് പറയുന്ന കോമ്പൗണ്ടിലുള്ള ആറ്റങ്ങളുടെ എണ്ണം 3 ആറ്റം അതിനകത്തുള്ളത്, 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അതെപ്പോഴും എന്തായിരിക്കും, ഏത് H2O എടുത്താലും 3 ആറ്റം തന്നെയാണ് അതിനകത്ത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കോമ്പൗണ്ടിലുള്ള റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഓൾവേസ് സെയിം, അത് എപ്പോഴും ഒരുപോലെ ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ എന്താണ് ഇന്ന് പഠിച്ചത്, കെമിക്കൽ കോമ്പിനേഷൻ ആണ്. അതായത് കെമിക്കൽസ് എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ആകുമ്പോൾ അത് ഫോളോ ചെയ്യുന്ന രണ്ട് ലോസ് ആണ് നമ്മൾ പഠിച്ചത്. അതിൽ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും, ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ലോ ഓഫ് conservation of mass and law of constant proportion. Law of constant proportion is law of constant proportion is known as definite proportion also. It is also known as law of definite proportion. Okay, so what is law of definite proportion? In a chemical substance, the elements are always present in definite proportion by mass. Okay, so we have completed this portion and we have some questions from this portion. The first question is, in a reaction 5.3 gram of sodium carbonate reacted with 6 gram of ethanoic acid. 5.3 gram of sodium carbonate reacting with 6 gram of ethanoic acid, and we are getting 2.2 gram of carbon dioxide, then 0.9 gram of water and 8.2 gram of sodium ethanoate. Then 8.2 gram of sodium ethanoate. Show that these observations are agreement with the law of conservation of mass. Law of conservation of mass ഇത് എഗ്രി ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താണ്, മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് nor be destroyed in a chemical reaction. അല്ലേ? അതായത് കെമിക്കൽ റിയാക്ഷന്റെ റിയാക്ടൻസിന്റെ മാസും പ്രോഡക്റ്റിന്റെ മാസും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. നമുക്ക് ഇവിടെ നോക്കാം, 5.3യും 6ഉമാണ് റിയാക്ടന്റ് അല്ലെ. അപ്പൊ 6 + 5.3 നമുക്ക് എന്ത് കിട്ടും? LHS എന്ത് കിട്ടും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്ത് കിട്ടും? 11.3 എന്ന് കിട്ടും അല്ലെ. അതേപോലെ RHS നമുക്ക് എന്ത് കിട്ടും? റൈറ്റ് ഹാൻഡ് സൈഡിൽ 8.2, 2.2, 0.9 അല്ലെ. 8 + 2 10, 0.2, 0.2, 0.9. അപ്പൊ എത്ര വരും? 9 + 2 11, 11 + 2 13. 10 ആണ് ഇവിടെ കിട്ടിയത്. അപ്പൊ 10 + 13 വരുമ്പോൾ നമ്മൾ എന്ത് കിട്ടും? 11.3. അപ്പൊ നമുക്ക് RHS എന്ത് കിട്ടി? 11. നിങ്ങളത് ആഡ് ചെയ്ത് നോക്കുക. നമ്മൾ RHS ആഡ് ചെയ്ത് നോക്കുക, LHS ആഡ് ചെയ്ത് നോക്കുക. സോ വാട്ട് വി ഹാവ്, നമുക്ക് എന്താ കിട്ടിയത്? LHS ഉം RHS ഉം ഈക്വൽ ആണെന്ന് കിട്ടി. That means
it is obeying the law of conservation of mass. അല്ലേ? The law of conservation of mass obey ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? LHS എന്നുള്ളത് എന്ന് പറയുന്നത് റിയാക്ടൻസ് ആണ്. റിയാക്ടന്റിന്റെ മാസും പ്രോഡക്റ്റിന്റെ മാസും സെയിം ആണ്. ഓക്കെ, then we have the next question. Hydrogen and oxygen combine in the ratio 1:8 by mass to form water. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് 1:8 ഫോം ചെയ്ത് കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. What mass of oxygen would be required to react completely with 3 gram of nitrogen gas? Hydrogen gas. അതായത് 3 gram ഹൈഡ്രജൻ ഗ്യാസ് എടുത്താൽ എന്തുമാത്രം ഓക്സിജൻ വേണ്ടി വരും? അതായത് 1 gram ഹൈഡ്രജൻ ആണെങ്കിൽ 8 gram ഓക്സിജൻ വേണം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3 gram ആണെങ്കിൽ എത്ര വേണ്ടി വരും എന്നാണ്. So let us do that problem. So ratio of hydrogen and oxygen by mass എത്രയാണ്? ഹൈഡ്രജന്റെ ഓക്സിജൻ ബൈ മാസ് വാട്ടർ മോളിക്യൂളിന്റെ കേസിൽ അല്ലേ? വാട്ടർ മോളിക്യൂൾസിന്റെ കേസിൽ എന്താണ് റേഷ്യോ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 1:8 ആണ്. അതായത് 1:8 is equal to നമ്മുടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഹൈഡ്രജന്റെ ആണ് 1, ഓക്സിജന്റെ ആണ് 8 അല്ലെ? അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഹൈഡ്രജൻ 3 ആണെങ്കിൽ ദാറ്റ് മീൻസ് 3:8 നമുക്ക് അറിയത്തില്ല, അതായത് ഓക്സിജന്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 3:x എന്ന് വരും അല്ലെ? അപ്പൊ 1:8 is equal to 3:x. നമുക്ക് ഓൾറെഡി തന്നേക്കുന്ന റേഷ്യോ 1:8 ആണ്. 1 ഹൈഡ്രജനെയാണ്, 8 ഓക്സിജനും ആണ്. അപ്പൊ ഹൈഡ്രജന്റെ സ്ഥാനത്ത് നമുക്ക് തന്നേക്കുന്നത് 3ഉം ഓക്സിജനെ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാം റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ? അപ്പൊ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x:1 എന്ന് പറയുമ്പോൾ 1:x ഉം 8:3. അങ്ങനെയാണ് നമ്മൾ ഓൾറെഡി റേഷ്യോ പഠിച്ചിട്ട് റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1:x എന്ന് പറഞ്ഞാൽ x, 8:3 എത്രയാണ്? 24. ദാറ്റ് മീൻസ് 3 gram of hydrogen, if we are taking 3 gram of hydrogen, we have to take 24 gram of oxygen for getting water molecule. വാട്ടർ മോളിക്യൂൾ കിട്ടണമെന്നുണ്ടെങ്കിൽ 3 gram ഹൈഡ്രജൻ ആണെങ്കിൽ we have to take 24 grams of oxygen. Okay, and next question we have, which postulate of Dalton's atomic theory is the result of law of conservation of mass? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡാൾട്ടന്റെ തിയറി നമ്മൾ പറഞ്ഞു. അതിൽ ഏത് പോസ്റ്റുലേറ്റ് ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതിൽ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് നോക്കിക്കേ, ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ വിച്ച് കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അതേപോലെ തന്നെ the relative number and kinds of atoms are constant at a given in a given compound. ഒരു കോമ്പൗണ്ടിലുള്ള എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. ഇതെല്ലാം എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? മാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫിഫ്ത്ത് വണ്ണും atoms combine in the ratio of small whole numbers to form compounds. അതായത് സെക്കൻഡ് വൺ, ഫിഫ്ത്ത് വൺ ആൻഡ് സിക്സ്ത് വൺ ആർ സപ്പോർട്ടിങ് law of conservation of mass. Then which postulate support law of definite proportion? law of definite proportion സപ്പോർട്ട് ചെയ്യുന്ന ഏതാണ്? നമുക്കറിയാം ഒബ്വിയസ്ലി ആറാമത്തതാണ് അല്ലെ? റിലേറ്റീവ് നമ്പർ ആൻഡ് കൈൻഡ് ഓഫ് atoms ആർ കോൺസ്റ്റന്റ് ഇൻ എ ഗിവൺ കോമ്പൗണ്ട്. കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ റിലേറ്റീവ് നമ്പർ എന്ന് പറയുന്നത്, അതായത് അതിന്റെ ഹോൾ നമ്പർ റേഷ്യോ റിലേറ്റീവ് നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയുന്ന ഡാൾട്ടന്റെ ആറാമത്തെ പോസ്റ്റുലേറ്റ് ആണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ദിസ് മച്ച് ഫോർ ടുഡേ. ആൻഡ് വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ഹാവ് ടു റൈറ്റ് ദിസ് ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഇൻ യുവർ നോട്ട്ബുക്ക്. ആൻഡ് we have 4 questions here and we have discussed all these 4 questions and you have to write the answers in the notebook. Okay, thank you.